പാകിസ്ഥാന്റെ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക് നടത്തിയ ഈ പ്രകോപനപരമായ പ്രസ്താവന ഇന്ത്യയുമായുള്ള സിന്ധു നദീജല കരാറിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് പുറത്തുവന്നത്. വിവരസാങ്കേതിക മന്ത്രി അതാവുള്ള താരാറുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിയത്. 2025 ഏപ്രിൽ കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലവിഹിത കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാതെ കരാറുമായി പോകാനാകില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ടാപ്പ് ഇരിക്കുന്നതെന്നും പാകിസ്ഥാൻ്റെ ജലവിതരണം നിയന്ത്രിക്കാനും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ തകർക്കാനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നും മുസാദിഖ് മാലിക് ആരോപിച്ചു. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാനെ അവകാശപ്പെട്ട വെള്ളത്തിൽ തൊടാൻ ശ്രമിക്കുന്നവരുടെ കൈകൾ വെട്ടിമാറ്റുമെന്നും ഇത് വെറുമൊരു പ്രഖ്യാപനമല്ലെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. വെള്ളം തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും ജലവിഹിതം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പോലും മടിക്കില്ലെന്ന പാക് പ്രതിരോധ മന്ത്രി ജ്വാഹ ആസിഫിൻ്റെ മുൻ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് കാലാവസ്ഥാ മന്ത്രിയുടെയും ഈ പ്രതികരണം. 1960 സിന്ധു നദീജല കരാർ അന്താരാഷ്ട്ര നിയമപ്രകാരം നിലനിൽക്കുന്നതാണെന്നും ഇന്ത്യക്ക് അത് ഏകപക്ഷീയമായി റദ്ദാക്കാനോ നിർത്തിവെക്കാനോ കഴിയില്ലെന്നും പാകിസ്ഥാൻ വാദിക്കുന്നു. പാകിസ്ഥാൻ്റെ ഇത്തരം പ്രസ്താവനകൾ തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാനും അന്താരാഷ്ട്ര ശ്രദ്ധ തിരിക്കുവാനുമുള്ള വെറും ശ്രമങ്ങൾ മാത്രമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പാകിസ്ഥാൻ പൂർണ്ണമായും തകർക്കുന്നത് വരെ ഈ നിയന്ത്രണം തുടരുമെന്നാണ് ഇന്ത്യയുടെ കർശന നിലപാട്.